പാർട്ടി കോൺഗ്രസിന് ശേഷമുള്ള ആദ്യ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയം സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്തേക്കും. വിവരങ്ങളുമായി അനന്തു ചേരുന്നു. യോഗത്തിൽ പ്രധാനമായും എന്തൊക്കെയാണ് വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്? വിശദാംശങ്ങൾ. സൂചിപ്പിച്ചതുപോലെ തന്നെ CPM പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ് ഇന്നിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആര് എന്നുള്ള വിഷയവും ചർച്ചയാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നിരിക്കെ അതിന്റെ ഒരുക്കങ്ങളായിരിക്കും പ്രധാനമായും ചർച്ചയാകുന്നത്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള പ്രാഥമിക ചർച്ചകൾ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. UDF സ്ഥാനാർത്ഥി ആരാണ് എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ CPIM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. എന്തായാലും UDFിൽ നിലമ്പൂരിലടക്കമുള്ള അസ്വാരസ്യങ്ങൾ മുതലെടുക്കാൻ CPIMന്റെ തീരുമാനമുണ്ട്. അത്തരത്തിൽ UDFിന്റെ പഠനപ്പിണക്കങ്ങളും പ്രശ്നങ്ങളും തർക്കങ്ങളും മുതലെടുക്കാനുള്ള തീരുമാനം CPIMന്റെ ഭാഗത്തു നിന്നുണ്ട്. അതുകൊണ്ട് തന്നെ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷമായിരിക്കും നിലമ്പൂരിൽ LDFിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം രണ്ടാമത്തെ വിഷയമായി CPIM സെക്രട്ടേറിയറ്റ് ഇന്ന് ചർച്ച ചെയ്യുന്നത് KK രാഗേഷ്, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന KK രാഗേഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയ സാഹചര്യത്തിൽ പുതിയ പ്രൈവറ്റ് സെക്രട്ടറി ആര് എന്ന കാര്യത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ട്. ആ ഒഴിവിലേക്ക് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് രാഷ്ട്രീയ നിയമനം വേണോ അതോ ഉദ്യോഗസ്ഥരുടെ നിയമനം മതിയോ എന്നുള്ള കാര്യത്തിൽ ചർച്ച നടക്കും. എന്നാലും അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേതാകാനാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെ അഭിപ്രായം പാർട്ടി അംഗീകരിക്കാനാണ് സാധ്യതയുള്ളത്. KK രാഗേഷ് CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയ സ്ഥാനത്തേക്ക് ആരെത്തും എന്നുള്ളതാണ് ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നിരവധി പേരുകൾ ഉയർന്നു കേട്ടിട്ടുണ്ടെങ്കിലും അതിൽ രാഷ്ട്രീയ നിയമനമാണോ വേണ്ടത്, ഉദ്യോഗസ്ഥ നിയമനമാണോ വേണ്ടത് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനെന്തായാലും മുഖ്യമന്ത്രി തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇന്നിപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ച ചെയ്യുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കൂടുതൽ പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അൻവറിന്റെ അടക്കം സാന്നിധ്യം, അതോടൊപ്പം തന്നെ UDFിലെ പ്രശ്നങ്ങൾ, LDFിന് കരുത്തനായ ഒരു സ്ഥാനാർത്ഥി വേണം, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചർച്ചയാകുന്നുണ്ട്. എന്തായാലും സെക്രട്ടേറിയറ്റ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.